ഹലോ, എല്ലാവർക്കും വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിമന്യു. സോ ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുമ്പോൾ ബിഗിനർ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സിനെ പറ്റിയാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ടിപ്പ്, ബി കൺസിസ്റ്റന്റ് ആയിരിക്കുക ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൽ. ഓക്കെ, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ 2 മാസം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാനില്ല. ഒരു ഗോൾ സെറ്റ് ചെയ്യുക ലൈക്ക് വാട്ട് ആഴ്ചയിൽ 2 വീഡിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 3 വീഡിയോ, അങ്ങനത്തെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ചിലപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ആദ്യത്തെ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റിസൾട്ട് ഒന്നും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ എന്നാലും നിങ്ങൾ ആ ഗോൾ സെറ്റ് ചെയ്ത് അതേ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ മൂവ് ചെയ്ത് പോവുക. സോ പെട്ടെന്ന് എപ്പോഴാണ് നിങ്ങളുടെ ലക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ആരെങ്കിലും നോട്ട് ചെയ്യും, ഓക്കെ ഇന്ന ഒരു യൂട്യൂബർ ഇങ്ങനെ വീഡിയോസ് വീക്ക്ലി 3 ടൈംസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വേറെ നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ ഒരു 2 മാസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളെങ്കിൽ വേറെ ഓഡിയൻസ് നമ്മളെ നോട്ട് ചെയ്യാൻ വളരെ ചാൻസ് കുറവാണ്. സോ പരമാവധി നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. പിന്നെ കൺസിസ്റ്റൻസിന്റെ കാര്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, യൂട്യൂബിൽ ഒരു ദിവസം മില്യൺസ് ഓഫ് വീഡിയോസ് ഒക്കെയാണ് അപ്ലോഡ് ആകുന്നത്. അപ്പോൾ നമ്മൾ ഒരു 3 മാസത്തിൽ ഒരു വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ റാങ്കിങ് ഒക്കെ ഏറ്റവും താഴത്തേക്ക് എത്തും, ഇൻ കേസ് നമ്മളെ വീഡിയോന് വ്യൂസ് ഒക്കെ വളരെ കുറവാണെങ്കിൽ. സോ വേറെ നമ്മൾ വീക്ക്ലി 3 or 4 ടൈംസ് ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ റാങ്കിങ്ങിന് കുറച്ചും കൂടെ മാറ്റം വരും. സോ അവിടെ നിങ്ങൾ ആ ഡിഫറൻസ് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. പരമാവധി നിങ്ങൾ ഈ സെയിം ടൈപ്പ് ഫുട്ടേജസ് ഇൻക്ലൂഡ് ചെയ്യാതെ നോക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു കാർ മൂവ് ചെയ്യുന്ന ഫുട്ടേജ് ആണെങ്കിൽ അതന്നെ നമ്മൾ ഒരു 2-3 തവണ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെ, ബട്ട് വേറെ ലൊക്കേഷൻ എന്നൊക്കെ ആണെങ്കിൽ അത് ഓക്കെ, നോ ഇഷ്യൂസ്. ഇത് സെയിം ഇഷ്യൂ തന്നെ അത് ഓരോ തവണ അതേ ഫുട്ടേജ് തന്നെ കാണിക്കുകയാണെങ്കിൽ വാട്ട്സ് എ പ്രോബ്ലം ഈസ്, നിങ്ങളുടെ ഓഡിയൻസ് അത് വളരെ ബോറായി തോന്നും. പിന്നെ എന്താ പറയുക, അവരെന്നെ വിചാരിക്കും ഇത് ഫുള്ള് ഭയങ്കര റിപ്പീറ്റേറ്റീവ് ആണ്, വീഡിയോന് ലെങ്ത് കൂട്ടാൻ എന്ന് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ഓബ്വിയസ്ലി അവർ ആ വീഡിയോ സ്കിപ്പ് ചെയ്യും. സോ പരമാവധി നിങ്ങൾ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യാൻ നോക്കുക. ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യാൻ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, വേണ്ടാത്ത വിഷ്വൽസ് നിങ്ങൾ കട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, പരമാവധി നല്ല ഇമ്പാക്റ്റ് തരുന്ന കുറച്ച് വിഷ്വൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ആ വീഡിയോ ഭയങ്കര ക്രിയേറ്റീവ് ഒക്കെ ആക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് ടു അതേഴ്സ്. ഓക്കെ, ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, കുറെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, 1 million സബ്സ്ക്രൈബേഴ്സുള്ള ചാനൽസും 24 million ഓഡിയൻസസ്, വ്യൂസ്, അങ്ങനെ കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ചാനൽ സ്റ്റാർട്ട് ചെയ്തതും 0 വ്യൂസ്, 0 ഓഡിയൻസ്, 0 സബ്സ്ക്രൈബർ, നമ്മളെപ്പോലെ തന്നെ അതേ ഒരു ലെവലിൽ നിന്നാണ് അവരും സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ ഒരിക്കലും അവരായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈവൻ നമ്മൾക്കും ആ പോയിന്റിൽ എത്താൻ പറ്റും, ഇഫ് വി ഹാവ് എ ഗോൾ ആൻഡ് ഇഫ് യു ആർ വർക്കിംഗ് ഹാർഡ് ഫോർ ദാറ്റ്. പിന്നെ അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ, ട്രൈ ടു സ്റ്റഡി മൂവീസ്, TV ഷോസ് ആൻഡ് സം കൈൻഡ് ഓഫ് വീഡിയോസ്. നമ്മൾ എൻജോയ് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ, വി ക്യാൻ ലേൺ നമുക്ക് ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് അവർ എങ്ങനത്തെ ആംഗിളാണ് ഈ ഷോട്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, എന്നിട്ട് പിന്നെ നമ്മൾ ആലോചിക്കുക അവർ ആ ഷോട്ട് എങ്ങനെയാണ് എടുത്തത്. അത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക, ഹൗ ഡിഡ് ദേ ഡു ദാറ്റ്. ഓക്കെ, നമ്മളത് തിങ്ക് ചെയ്യുക, നല്ലോണം തിങ്ക് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ നോക്കുക. ഇൻ കേസ് നിങ്ങൾ ഒറ്റക്കാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് ചെയ്യാൻ നോക്കുക. സോ നന്നായിട്ട് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ട് പഠിക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മെത്തേഡൊക്കെ ഒന്ന് യൂസ് ചെയ്യുക. യൂട്യൂബിൽ തന്നെ ഉണ്ട് കുറേ വീഡിയോസ് ഉണ്ട്, സിനിമോട്ടോഗ്രാഫീൻ്റെ കുറേ ആംഗിൾസ്, അങ്ങനെ പല വീഡിയോസും ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് പഠിക്കുക. എസ്പെഷ്യലി ഷോർട്ട് ഫിലിംസ്. ഇപ്പോഴത്തെ ഷോർട്ട് ഫിലിംസ് ആണെങ്കിൽ ഇറ്റ്സ് ഇൻക്രെഡിബിൾ. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളൊക്കെ ചെയ്യുന്ന അവരുടെ ഷോർട്സ് ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ്, ഒന്നും പറയാനില്ല. പരവും നിങ്ങളത് എങ്ങനെ ചെയ്തേന്നൊന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീഡിയോന് അത് നല്ലൊരു ഒരു യുണീക്നെസ് തരും, യുണീക്ക് ഫീല് തരും നിങ്ങളുടെ വീഡിയോന്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. Don't forget to do SEO on your videos. Okay,
SEO മീൻസ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇപ്പോൾ ഈ കാലത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് SEO മീൻസ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഫോർ എക്സാമ്പിൾ, എനിക്ക് കുറേ യൂട്യൂബേഴ്സ് ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, അവരുടെ വീഡിയോസൊക്കെ നല്ല ക്വാളിറ്റിയാണ്, നല്ല നല്ല പ്രസൻറ്റേഷൻ ആണ്, എല്ലാം നല്ല വീഡിയോസാണ്. ബട്ട് വീഡിയോ വ്യൂസ് ആർ നോട്ട് ഗെറ്റിംഗ് ബെറ്റർ. വൈ? കാരണം നമ്മൾ ഈ SEO എന്ന് പറഞ്ഞ ടേം നമ്മൾ നന്നായിട്ട് വീഡിയോയിൽ യൂസ് ചെയ്യാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ, എവിടെയൊക്കെ ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, ടാഗ്സ്, ഈ മൂന്ന് സെക്ഷനിൽ നമ്മൾ SEO പരമാവധി യൂസ് ചെയ്യാം. SEO മീൻസ് വാട്ട്? ഒരു പ്രോപ്പർ കീവേഡാണ്. ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് മാത്രമല്ല, ഗൂഗിൾ ആയിക്കോട്ടെ, എല്ലാ ആൾക്കാരും സെർച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക്ക്, എല്ലാ ആൾക്കാരും മീൻസ് പരമാവധി ഒരു 80% 70% ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക്ക്. ഓക്കെ, ഹൗ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. ഇത് ഒരു 70% ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഒരു ഫ്രേസാണ് അല്ലേ. അതിന് പുറമെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മളൊരു സെർച്ച് ടേം അല്ലാത്ത ഒരു ഫ്രേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോന് വ്യൂസ് കൂടാൻ ചാൻസ് കുറവാണ്. വേറസ് നമ്മൾ ആ വീഡിയോ ടൈറ്റിലിന് ഹൗ ടു മേക്ക് എ കേക്ക്, ഇതെല്ലാവരും സെർച്ച് ചെയ്യുന്ന ഒരു ഫ്രേസ് ആയതുകൊണ്ട് ഈ വീഡിയോ കാണാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ? സോ ഇത് നിങ്ങളുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിൽ ഒരു 2 തവണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഫുള്ളായിട്ട് ഹൗ ടു മേക്ക് എ കേക്ക് ഒന്നും ആഡ് ചെയ്യരുത്. എവിടെയെങ്കിലും ആയിട്ട് ഹൗ ടു മേക്ക് എ കേക്ക് എന്നൊക്കെ ആഡ് ചെയ്യാം. അതൊരു സെൻറ്റൻസിൻ്റെ കൂടെ തന്നെ ഹൗ ടു മേക്ക് എ കേക്ക് ഒക്കെ ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ടാഗിലും നിങ്ങൾ ഈ സെർച്ച് ഫ്രേസ് പരമാവധി ആഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ആഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ സെർച്ച് ബോക്സ് ഉണ്ടല്ലോ, നമ്മൾ സെർച്ച് ചെയ്യുന്നത്, അവിടെ തന്നെ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ വരുന്ന ഈ ഫ്രേസ് ഉണ്ടല്ലോ, അതാണ് യൂസേഴ്സ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ടേം. സോ ഐ എം റെക്കമെൻഡിങ് യു, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങൾ ടാഗ്സിൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ടൈറ്റിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് മീൻസ് ഈ വ്ളോഗ് നമ്പർ 1, വ്ളോഗ് നമ്പർ 2, ഞാൻ ഇങ്ങനത്തെ ടൈറ്റിൽ ഇട്ടിട്ട് ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ടൈറ്റിൽ ആരെങ്കിലും സെർച്ച് ചെയ്യുമോ? ഇല്ല. they will be searching for some kind of phrase, ദുബായ് ട്രാവൽ, കേരള ട്രാവൽ, അങ്ങനത്തെ കുറേ ഫ്രേസ് ആയിരിക്കും അവർ സെർച്ച് ചെയ്യുക. അപ്പോൾ കുറച്ച് വ്യൂസ് കൂടാൻ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ഫ്രേസ് നിങ്ങൾ അവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ SEOനെ പറ്റി അറിയില്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ മതി, അതിനെപ്പറ്റി ധാരാളം ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അടുത്ത ടിപ്പ് എന്തെന്ന് വെച്ചാൽ ഡോണ്ട് വെറി അബൌട്ട് യൂസിങ് ഫാൻസി ക്യാമറാസ് ഫോർ ഷൂട്ടിങ് യുവർ വീഡിയോ. ഓക്കെ, എന്ത് ക്യാമറ ആയാലും നിങ്ങൾക്ക് അത് വീഡിയോ ഷൂട്ട് ചെയ്യാം. അതിൻ്റെ കണ്ടന്റ് നന്നായാൽ മാത്രം മതി. നിങ്ങളുടെ വ്യൂസും അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായ ഓഡിയൻസ് കൂടും, നിങ്ങളുടെ വ്യൂസ് കൂടും, എല്ലാം ഉറപ്പുള്ള കാര്യമാണ്. ആ കണ്ടന്റ് നന്നായാൽ മതി. ക്യാമറയെ പറ്റി നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണെങ്കിൽ നിങ്ങൾ ഒരു 1 ലക്ഷം രൂപേൻ്റെ ക്യാമറ വേണമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ പറയുന്ന സ്മാർട്ട് ഫോൺ തന്നെ മാത്രം അത് നിങ്ങൾക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു ട്രൈപോഡിൽ അങ്ങനെ കണക്ട് ചെയ്യുക, പിന്നെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഷൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് SLR തന്നെ വേണമെങ്കിൽ ചീപ്പായിട്ടുള്ള SLR ഉണ്ട് ഇപ്പോൾ. ഓക്കെ, വൺസ് യു സ്റ്റാർട്ട് ഏർണിംഗ് യു ക്യാൻ ബിൽഡ് ഇറ്റ് അപ്പ്. ടിപ്പ്, ഓഡിയോ. ഡോണ്ട് നെഗ്ലക്ട് ഓഡിയോ. ഓക്കെ, ഓഡിയോന് ഒരിക്കലും തട്ടിക്കളയരുത്. ഓഡിയോ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ വീഡിയോ ഇല്ല. ഓക്കെ, ഇപ്പം നിങ്ങളുടെ നല്ല വീഡിയോ ഒക്കെ ആണ്, പക്ഷേ നിങ്ങളുടെ വോയിസ് ക്വാളിറ്റി എന്തെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണം, ഒരു ഭയങ്കര കാറ്റൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അത് ഒരു ഫോണിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്കറിയാം, അത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ നിങ്ങളെ ഓഡിയോ കേട്ട് നോക്കിയാൽ എന്തായാലും ഫുള്ള് കാറ്റായിരിക്കും അതിൽ സൗണ്ടായിട്ട് കേൾക്കുക, റൈറ്റ്? അപ്പോൾ നിങ്ങൾ ഈ ഓഡിയോ പരമാവധി ഒഴിവാക്കാതെ നോക്കാൻ, ഇപ്പോൾ ഫോണിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് സംസാരിച്ചോ. ഒരു കുറച്ച് ശതമാനമെങ്കിലും ആ കാറ്റിൻ്റെ സൗണ്ട് അവിടെ നിന്ന് ഒഴിവാക്കി കിട്ടും. എന്നിട്ട് നിങ്ങളുടെ സൗണ്ട് ആയിരിക്കും അതിൽ പരമാവധി കിട്ടും. അപ്പോൾ പരമാവധി ഒരു ഹെഡ്സെറ്റ് കയ്യിൽ വെച്ചോളൂ, ഹെഡ്സെറ്റ് വെച്ച് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് നിങ്ങളൊരു SLR ആണ് യൂസ് ചെയ്യുന്നത്, SLRൽ നിങ്ങൾ ആ കാറ്റത്ത് പോയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ എക്സ്റ്റേണൽ മൈക്കൊക്കെ വാങ്ങാൻ കിട്ടും. എക്സ്റ്റേണൽ മൈക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക, ഷൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ നെവർ നെഗ്ലക്ട് ഓഡിയോ. ഇപ്പോൾ ഭയങ്കര കറ സൗണ്ട് ആണെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് അതെന്തായാലും ആ വീഡിയോ ഒഴിവാക്കും. അവർ കമൻറ്റും കൂടി തരും, പ്ലീസ് ഹാവ് എ ലുക്ക് അറ്റ് യുവർ ഓഡിയോ കൂടെ ബെറ്റർ ആയിരിക്കണം എന്നൊരു കമൻ്റൊക്കെ ചിലപ്പോൾ തരും.
ഓക്കെ, അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്താൽ മതി. ഇതിന് വലിയ എക്സ്പെൻസീവ് സോഫ്റ്റ്വെയർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. FCP, പ്രീമിയർ അങ്ങനത്തെ സോഫ്റ്റ്വെയറിന് ഒരു ആവശ്യമില്ല. ഒരു നോർമൽ സോഫ്റ്റ്വെയർ തന്നെ മതി നിങ്ങൾക്ക് ആ വീഡിയോ എക്സ്പോർട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫോണിൽ തന്നെ ഉണ്ട്, ഫോണിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഫോണിലെ ആപ്പ് ഏതൊക്കെയായി, കൈൻമാസ്റ്റർ അങ്ങനത്തെ കുറേ ആപ്പുകളുണ്ട്. ലോഗോ ഉണ്ടാവും സൈഡിൽ. ബട്ട് ഫസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കുറച്ച് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ എവിടെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാം. അപ്പോൾ ഞാൻ പറയാണ്, നോർമൽ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഈസ് മോർ ദാൻ ഇനഫ് ഫോർ എഡിറ്റിംഗ് എ വീഡിയോ. ഓക്കെ, FCP ഇങ്ങനത്തെ ഒന്നും ഭയങ്കര ആർഭാടാക്കണം എന്നൊന്നുമില്ല. പിന്നെ അടുത്ത ടിപ്പ്, ബി സോഷ്യൽ. എപ്പോഴും നിങ്ങൾ വീഡിയോസൊക്കെ എപ്പോഴും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, കൊളാബ് ചെയ്യുക. ഇപ്പം തന്നെ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്സാപ്പിൽ ഷെയർ ചെയ്യാം, മെസ്സഞ്ചർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം. എന്നിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റസ് ഇടുക, ഇൻസ്റ്റഗ്രാം സ്റ്റോറി, വാട്സാപ്പ് സ്റ്റോറി ഇടുക, ഞാൻ ഇങ്ങനെ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പ്ലീസ് ഡു സപ്പോർട്ട് മീ ആൻഡ് ഡു കമൻറ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇടുക. എന്നിട്ട് അങ്ങനെ കുറേ നിങ്ങൾ പരമാവധി പ്രൊമോട്ട് ചെയ്യുക. പക്ഷെ ഒരിക്കലും സ്പാം ചെയ്യരുത്. ഓക്കെ, സ്പാം ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് അങ്ങനെ സ്പാം ചെയ്യാതെ നല്ല പൊളൈറ്റ് വേ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് ടിപ്പ് ഫോർ ദ യങ് യൂട്യൂബേഴ്സ്. ഓക്കെ, ലാസ്റ്റ് ടിപ്പാണ് ഇത്. നെഗറ്റീവ് കമൻറ്റ്സ് നിങ്ങളുടെ വീഡിയോന് എന്തായാലും വരും. ഓക്കെ, സോ പരമാവധി നെഗറ്റീവ് കമൻറ്റ്സ് നെഗ്ലക്റ്റ് ചെയ്യരുത്. ഓക്കെ, ഒരു നെഗറ്റീവ് കമൻറ്റും പറയും ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ തീരെ കൊള്ളില്ല, നിങ്ങളുടെ ഓഡിയോ തീരെ കൊള്ളില്ല, നിങ്ങളുടെ പ്രസൻറ്റേഷൻ തീരെ കൊള്ളില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന കമൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും. അങ്ങനെ ഒരു ഇൻ കേസ് നമ്മളൊരു പ്രസൻറ്റേഷൻ തീരെ പോരാ എന്നൊരു കമൻറ്റ് ചിലപ്പോൾ നമുക്ക് വന്നെന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റേഷൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അടുത്തൊരു യൂസർ പറഞ്ഞു നമ്മളുടെ ഓഡിയോ തീരെ പോരാ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യും, നമ്മൾ ഓഡിയോ നല്ലൊരു മൈക്ക് വാങ്ങിയിട്ട് അടിപൊളി സൗണ്ടിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യും. സോ നിങ്ങൾ നെഗറ്റീവ് കമൻസും നെഗ്ലക്റ്റ് ചെയ്യാതെ നോക്കുക. ഓക്കെ, നെഗറ്റീവ് കമൻസും നമ്മളുടെ വീഡിയോന് അത്യാവശ്യമാണ്. പോസിറ്റീവ് കമൻസ് പോലെ തന്നെയാണ് നെഗറ്റീവ് കമൻസും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോഴേക്കും അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും